ഹലോ ഡേയ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഒരു ബീറിഷായിട്ടാണ് റിയാക്ട് ചെയ്തത്. നിഫ്റ്റിനേക്കാളുപരി ബാങ്ക് നിഫ്റ്റിയിലെ ആ ഒരു ബീറിഷ്നെസ് കുറച്ചും കൂടിയും അതിൻ്റെ തീവ്രത ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സിനാരിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മൻ മാർക്കറ്റിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ജർമ്മൻ മാർക്കറ്റ് കാണാം. നമ്മളുടെ മാർക്കറ്റ് സെക്കൻഡ് ഹാഫിൽ ജർമ്മൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് 150 പോയിൻറ്റിൻ്റെ റാലിയിൽ ഉണ്ടായിരുന്ന മാർക്കറ്റാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു റാലി ഉണ്ടാക്കിയ പോയിന്റുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. 262 പോയിൻറ്റ് ഫോള് രേഖപ്പെടുത്തി. ഏകദേശം 1.5% ഫോളാണ് ജർമ്മൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മുടെ മാർക്കറ്റ് സമയത്ത് 150 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി ജർമ്മൻ മാർക്കറ്റ് ഇപ്പോൾ 150 പോയിൻറ്റ് മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഒന്നടങ്കം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് അറ്റ്ലീസ്റ്റ് ഇന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ജപ്പാനിലെ ഭൂകമ്പ സാധ്യതകളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടു. 20 പേരാണ് ഇപ്പോൾ മരണ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എനിവേ, നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. 21,750 ഓപ്പൺ ചെയ്തു. അതിനുശേഷം 21,550 സപ്പോർട്ട് എടുത്തു. 21,661 മാർക്കറ്റ് ക്ലോസ് ആയി. ഇന്നത്തെ ക്ലോസിങ്ങിൽ നിന്ന് 76 പോയിൻറ്റ് നിഫ്റ്റി ഇടിഞ്ഞു. സെൻസെക്സ് 379 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി ഏകദേശം 472 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. NSEയിൽ 1010 കമ്പനീസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1149 കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് നിഫ്റ്റിന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് അദാനി പോർട്ട് 3%, ഡിവിസ് ലാബ്, സൺഫാർമ, കോൾ ഇന്ത്യ, സിപ്ല തുടങ്ങിയ കമ്പനീസാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ഐഷർ മോട്ടോഴ്സ് ഏകദേശം ഒരു 3.5%-ലേറെ ഐഷർ മോട്ടോഴ്സ് ഫോളി രേഖപ്പെടുത്തി. M&M, അൾട്രാടെക് സിമെൻറ്റ്, L&T, കൊടക് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 2.5 മുതൽ 3.5% വരെയുള്ള ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഏകദേശം ഒരു 7 കോടി കോൺട്രാക്റ്റുകൾ കോള് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പുട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ളത് 5 കോടി മാത്രമാണ്. PCR 0.7 ആണ്. അതുകൊണ്ട് PCR ഒരു 0.7 ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. കൂടാതെ തന്നെ ആ ഒരു ലെങ്ത് ആയിട്ടുള്ള റെഡ് ബാറുകൾ കാണാം. അതെല്ലാം തന്നെ കോള് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 21,700, 800, കൂടാതെ തന്നെ 22,000. നിഫ്റ്റിയിൽ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ സമാനമായ അവസ്ഥയിൽ PCR 0.6, കോള് ഷോർട്ട് ചെയ്തത് 5 lakh, പുട്ട് ഷോർട്ട് ചെയ്തത് നിയർ 3 lakh, 5 CR, പുട്ട് ഷോർട്ട് ചെയ്തത് നിയർ 3 CR. കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. 47,800 അറ്റ് ദ മണി ഉള്ളത്. 47,900, 48,000 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. കൂടാതെ തന്നെ 48,500, 49,000 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കോൾ സൈഡിൽ കാണുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കോൾ സൈഡിൽ അഗ്രസീവ് പൊസിഷൻസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. വിക്സ് ഉയർന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും 83 പോയിൻറ്റ് മൈനസിലാണ്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ കാണുന്നത് ഗോൾഡാണ്. 2075. പെട്ടെന്ന് തന്നെ ഗോൾഡും ഒന്ന് റാലി രേഖപ്പെടുത്തി. $12 പെർ ഔൺസിന് ഗോൾഡും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേ ബി ഈ ഒരു ന്യൂസ് 7 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ റീസൺ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയേക്കാം. ഇപ്പോൾ എനിക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് റീസൺ എന്നുള്ളത്. മാർക്കറ്റ് ഫോളോ ആയതിൻ്റെ ഏഷ്യൻ സൈഡെല്ലാം തന്നെ ഒരു ഫ്ലാറ്റാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. ജർമ്മൻ മാർക്കറ്റ് ആക്ച്വലി നെഗറ്റീവിലാണ്. 162 പോയിൻ്റാണ് ജർമ്മൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 32 പോയിൻറ്റ് മൈനസിലാണ് ഇപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഫ്രാൻസ്, UK മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഒരു വാല്യൂ കാണാം. അത് ഡോ ഫ്യൂച്ചറാണ്. ഡോ ഫ്യൂച്ചർ ആക്ച്വലി നമ്മൾ ഈ ന്യൂസ് റീഡ് ചെയ്ത സമയത്ത് -80 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ -181 ആയിട്ടുണ്ട്. വലിയൊരു ഫോളാണ് ഡോ ഫ്യൂച്ചർ കാണിക്കുന്നത്. ബിറ്റ് കോയിനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നില്ല. $2,634 ഉയർന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും എന്തോ ന്യൂസുകളുണ്ട്, എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡോ ഫ്യൂച്ചർ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഫോള് കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. കൊച്ചിയിലും കാലിക്കറ്റും ആയിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോഴ്സും കൊച്ചിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, സീറ്റുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഫെഡറൽ ബാങ്ക് അവരുടെ Q3 ബിസിനസ് അപ്ഡേറ്റ് ആണ്, റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. ഡെപ്പോസിറ്റ് 19% ഉയർന്നിട്ടുണ്ട്, അഡ്വാൻസ് 18% ഉയർന്നിട്ടുണ്ട്. ടോറൻറ്റ് ഫാർമ ഗുജറാത്തിലെ ഇവരുടെ പ്ലാന്റിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഒരു ഇൻസ്പെക്ഷൻ നടത്തി 5 നിരീക്ഷണങ്ങൾ ഇവർ റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കമ്പനി ബാംഗ്ലൂരിൽ 4 ഏക്കർ ഇവർ അക്വയർ ചെയ്തിട്ടുണ്ട്. 1000 കോടി രൂപ വിറ്റുവരവാണ് ഇതിൽ ഇവർ ബിൽഡ് ചെയ്യുന്ന ബിൽഡിങ്ങിലൂടെ ഇവർക്ക് ലഭിക്കുക എന്ന് കമ്പനി റിപ്പോർട്ട് ചെയ്തു. മഹേന്ദ്ര ഫിനാൻസ് കമ്പനി 15,500 കോടി രൂപയുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. കമ്പനിയുടെ കഴിഞ്ഞ വർഷം ആയിട്ടുള്ള ബിസിനസ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 8% വർധനവുണ്ട്. ആദിത്യ ബിർള ഫാഷൻ കമ്പനി മ്യാൻമാറിലെല്ലാം തന്നെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു, ഈ ഒരു സമയങ്ങളിലാണ് ഇന്ത്യയിൽ കല്യാണങ്ങളെല്ലാം തന്നെ 30 ലക്ഷം കല്യാണങ്ങളാണ്, വെഡ്ഡിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ആദിത്യ ബിർള ഫാഷൻ്റെ സ്റ്റോക്ക് ഇന്ന് 8% ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഒരു റാലി കണ്ടു. ക്രൂഡ് ഓയിൽ വിൻഫോൾ ടാക്സ് ഇന്ത്യ വർദ്ധിപ്പിച്ചു എന്നുള്ള ന്യൂസ്. അദാനി പോർട്ട് ഇവരുടെ കമ്പനിയുടെ ബുള്ളറ്റിൻ പുറത്തുവിട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കാർഗോ വോളിയം എല്ലാം തന്നെ 400 മില്യൺ മെട്രിക് ടണ്ണായിട്ട് ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 390 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഫോർകാസ്റ്റ് ഉയർത്തി എന്നുള്ള ന്യൂസാണ്. വേദാന്ത JSCL ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് കമ്പനി സൈൻ ചെയ്തു. ലുപ്പിൻ ന്യൂമാറ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ലുപ്പിനെ അപ്ഗ്രേഡ് ചെയ്തു. ലുപ്പിൻ 52 വീക്ക് ഹൈയിലാണുള്ളത്. 18% ഒരു അപ്സൈഡാണ് ബ്രോക്കർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാരുതിനെ സംബന്ധിച്ചുള്ള ന്യൂസ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളതാണ്. 20 ലക്ഷം യൂണിറ്റുകൾ ഇവർ സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. SUV സെഗ്മെൻറ്റിലും ഇവർ ഏകദേശം ഒരു 20% സെയിൽസ് ഇവർ പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം മാരുതിയുടെ ജിംനി എല്ലാം തന്നെ ഇപ്പോൾ നല്ല റോഡുകളിൽ മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട്. HUL ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി ഇവർക്ക് 500 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസും പെനാൽറ്റിയും കമ്പനിക്ക് കിട്ടി. കമ്പനിയിൽ നിന്ന് സ്ലൈറ്റ്ലി ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഡാഫോൺ ഏകദേശം 2000 കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻഫ്ലോ വഡാഫോൺ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് കുറച്ച് ദിവസങ്ങളിൽ റാലി നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഇവരുടെ CEO കുമാർ മംഗള ബിർള പറഞ്ഞിരിക്കുന്നത് 5Gയിൽ ഇവർ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും, കമ്പനി മികച്ച രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന് MDയുടെ ഭാഗത്ത് വീണ്ടും ഉറപ്പ്. RVNL കമ്പനിക്ക് 123 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പൊസിഷൻസ് എല്ലാം തന്നെ വാച്ച് ചെയ്യുക. ഈ ഒരു ആഴ്ചയിൽ ഒരുപാട് ഈവൻറ്റുകളുണ്ട്. ഏതൊക്കെ ഈവൻറ്റുകളാണോ ഉള്ളത് എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലോബൽ ഈവൻറ്റിൽ ചെക്ക് ചെയ്യുക. നാളെ രാവിലെ 7 പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു. ബൈ ഓൾ.